കിട്ടിയോടി? എവിടെ തപ്പിച്ച്? അതൊക്കെ കിട്ടി. നിനക്കറിയത്തില്ലേ ഞാൻ വിചാരിച്ചാൽ എന്തായാലും നടക്കുമെന്ന്. അതൊക്കെ എനിക്കറിയാം, അതുകൊണ്ടല്ലേ നിന്നോട് പറഞ്ഞത്. എന്തായാലും കിട്ടിയല്ലേ, ബാ ഇവിടെ ഇരി. അമ്മ എന്തിയടി? കാണുന്നില്ലല്ലോ, എവിടെ പോയി? അമ്മ ഒരു കല്യാണത്തിന് പോയേക്കുവാ, ഇച്ചിരി താമസിക്കും. അതുകൊണ്ടല്ലേ നിന്നോട് കൊണ്ടുവരാൻ പറഞ്ഞത്. എനിക്ക് തോന്നി, അല്ലെങ്കിൽ പിന്നെ എന്നെ ഇവിടെ കേട്ടത്തില്ലല്ലോ. ഞാനല്ലേ നിന്നെ ചീത്തയാക്കുന്നത്. ആ ചെക്കന്മാരില്ലേ നമ്മുടെ അവിടുത്തെ, അവന്മാരോട് ഞാൻ ചോദിച്ചതാ, അവന്മാർ തന്നില്ല. കയ്യിലുണ്ടായിരുന്നു, ഞാൻ കണ്ട്, എന്നിട്ടും തന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് എങ്ങനെയെങ്കിലും ഒരെണ്ണം ഒപ്പിക്കണമെന്ന്. അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. നീയാകുമ്പം അതിനൊക്കെ എക്സ്പേർട്ടാണല്ലോ. എന്തിയേ എട്? നിനക്ക് വേണ്ടേ? നീ കൂടെ എടുത്തോ ഇച്ചിരി. എനിക്ക് വേണ്ടേ? ഞാൻ കുറേ കഷ്ടപ്പെട്ടതല്ലേ. ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും ഉള്ളിയും വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് വരാം. അപ്പോഴത്തേന് നീ ഇരുന്ന് അരിഞ്ഞു പോയി കേട്ടാ. ശരി ശരി. ആ ചെക്കന്മാതയിലേ 10-12 ഉണ്ടായിരുന്നു കവറി നിറച്ച്. എന്നിട്ട് അവന്മാരെ ഒന്നും തന്നില്ല എനിക്ക്. പക്ഷെ ആ മരത്തിൽ കയറാൻ പാടാടി. ആ മാവിൽ തോനെ ഉറുമ്പാ, ഭയങ്കര ഉറുമ്പ്. ഈ പിള്ളേരെങ്ങനെ കയറിയോ എന്തോ. എന്നിട്ടും ചോദിച്ചപ്പോൾ തന്നിരുന്നെങ്കിൽ സങ്കടമില്ലായിരുന്നു. ചോദിച്ചിട്ട് തന്നതുമില്ല, പിന്നെന്താ ചെയ്യാനാ? അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞത്. അവിടെ ഒരു അപ്പാപ്പനുണ്ട്. ഈ അപ്പാപ്പനുണ്ടല്ലേ ആർക്കും കൊടുക്കത്തില്ല. ഈ അപ്പാപ്പൻ ഉറങ്ങാൻ പോകുന്ന സമയത്താണ് ഈ പിള്ളേർ കയറുന്നത്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത്, അപ്പാപ്പ ഈ സമയത്തെ ഉറങ്ങത്തോളൂ, നീയും കൂടെ ചെല്ലാൻ പറഞ്ഞത്. മരത്തിൽ എങ്ങനെ കയറി? ഒക്കെ എങ്ങനെയോ കയറി. മൊത്തം ഉറുമ്പായിരുന്നു. കുറേ കടി കൊണ്ട്. എന്നിട്ട് ഉള്ളതൊക്കെ പറിച്ചെടുത്ത് ബാഗിൽ വെച്ച്. അപ്പാപ്പൻ നല്ല ഉറക്കത്തിലായിരുന്നെന്ന് തോന്നുന്നു. ശബ്ദമൊന്നും കേട്ടില്ല. എന്നെ പിന്നെ ആരും കണ്ടതുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട്. മൊത്തമെടുത്ത് തിന്നണ്ട, വയറിന് കേടാ. അതൊന്നും സാരമില്ല, ആഗ്രഹമുള്ളപ്പോൾ കഴിക്കണം. പിന്നെ ഇവിടെ 2 ബാത്റൂമുണ്ട്, ഒരെണ്ണം ഞാനങ്ങ് ബുക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എന്നെ വലിച്ചഴക്കരുത്. ഞാൻ ഇവിടെ വന്നിട്ടുമില്ല, നിനക്ക് മാങ്ങ കൊണ്ടുവന്നിട്ടുമില്ല, കേട്ടല്ലേ? മാങ്ങയും ഉപ്പും മുളക് പൊടിയും ഉള്ളിയും എല്ലാം കൂടി ചേർത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി കേട്ടോ ചേർത്ത് കഴിക്കാൻ എന്താ രുചി! ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ മാങ്ങയ്ക്ക് രുചിയുണ്ടോടി? ഇതൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ. പിന്നെ വയറ് കേടായ അവിടെ കിടക്കട്ടെ, ഇത്ര തന്നെ. എന്തായാലും നിൻ്റെ പേര് ഞാൻ പറയത്തില്ല, പോരെ?